Hey all, this is me Anil here, your coach, your mentor, your trainer in trading. ഇന്ന് നമ്മളൊരു 3 ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് 3 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വേറെ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വളരെ നല്ലൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നേരെ നമ്മുടെ ഈ ഒരു താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്കിൽ കയറി നേരെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ താഴെ കൊടുത്തേക്കുന്ന ലിങ്ക് വെച്ചിട്ട് നമ്മുടെ ധന്നിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. മൈറ്റ് ബി നിങ്ങൾക്ക് വേറെ ഡിമാറ്റ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലിങ്ക് വെച്ച് ഓപ്പൺ ആക്കുക. അത് വെച്ച് തന്നെ ഒരു 10 F&O ട്രേഡ്സ് നിങ്ങൾ ട്രേഡ് ചെയ്തത് സ്ക്രീൻഷോട്ട് നമ്മളുടെ ഈ ഒരു ടെലിഗ്രാം ഐ ഡി ആയിട്ടുള്ള ട്രേഡ് മാക്സ് അക്കാഡമി 01 നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി സോഷ്യൽ മീഡിയകളായിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ലായിരുന്നു, നമ്മളുടെ റിസ്ക് മാനേജ്മെന്റിനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ വേറെ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ആ ഒരു ലൈവിൽ റിസ്ക് മാനേജ്മെന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എവിടെയും തന്നെ കേട്ട് കാണത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല അടുത്ത ദിവസം മാർക്കറ്റ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പ്രീ ആയിട്ട് അതായത് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി നമ്മൾ ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നമ്മൾ നിഫ്റ്റി ഇത് ഇങ്ങനെ ഒരു ഫൈറ്റ് അവിടെ നിൽക്കുവാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നല്ലൊരു സൈഡ് വേസിൽ മാർക്കറ്റ് ഗെയിം പ്ലേ ചെയ്ത് നിൽക്കുവാണ്. നമുക്കപ്പോൾ അവിടെ റിസൾട്ട് ജനറേറ്റ് ആകുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടൻ ലെവൽ, അതായത് ലെറ്റ്സ് സേ 25,840 25,840 മുകളിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. റൈറ്റ് ഹിയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മൈനർ ടാർഗറ്റ് ആയിട്ട് 25,900 നമുക്ക് ടാർഗറ്റ് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടനെയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് വേറൊന്നുമല്ല, ഓക്കെ ബെറ്റർ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. ഈ ഒരു സർട്ടൻ റേഞ്ചിലത്തേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ടാർഗറ്റ് 2 ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ ഫൈൻ. ടാർഗറ്റ് 2 GET. ഓൾറൈറ്റ്, ടാർഗറ്റ് 2 ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഈ സ്ക്രീൻഷോട്ട്സ് കാര്യമെല്ലാം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. വെറും 1000 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നത്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിനകത്ത് സ്പെഷ്യൽ ക്ലാസ്സസും കുറേ അധികം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നിഫ്റ്റി ബാങ്കിലോട്ടൊന്ന് പോയി നോക്കാം. റൈറ്റ്, നിഫ്റ്റി ബാങ്ക് സെയിം സിറ്റുവേഷൻ, വല്ലാത്ത രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മൾ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു ഈ ഒരു പുഷ് വന്നപ്പോഴത്തേക്ക്. ബട്ട് എന്നാൽ അത് തന്നിട്ടില്ലായിരുന്നു താനും. നമുക്കത് ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ലായിരുന്നു ഇന്നവേ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബേറിഷ് വ്യൂ നെക്സ്റ്റ് ഡേ കാണുകയാണെങ്കിൽ 52,825 താഴെയാണെങ്കിൽ ബേറിഷ് വ്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്, ബേറിഷ് വ്യൂ നമുക്ക് ഈ ഒരു സർട്ടൻ ലെവലിന് താഴെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതേസമയം ബുള്ളിഷ് വ്യൂ ആണെങ്കിലോ നമുക്ക് ഈ ഒരു സർട്ടൻ ലെവലിന് മുകളിൽ വരണം. റൈറ്റ്, ബുള്ളിഷ് വ്യൂ. റൈറ്റ്, അതായത് 53,124 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യുകയും ഇതിനെ ടാർഗറ്റ് 1 ആയിട്ട് കീപ്പ് ചെയ്യാം. 53,352 ടാർഗറ്റ് 1 ആയിട്ടും 53,600 നമുക്ക് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാം കേട്ടോ. 600 ടാർഗറ്റ് 2 ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ ഇത് നേരെ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ആകുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് ഫിൻ നിഫ്റ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ ഇത് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ബാങ്ക് പോലെ തന്നെ ഇത് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബെയറിഷ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സർട്ടൻ ലെവലിന് താഴെ നമ്മൾ ബെയറിഷ് വ്യൂ കൺസിഡർ ചെയ്യും. ഈ ഒരു സർട്ടൻ ലെവലിന് താഴെ നമ്മൾ ബെയറിഷ് വ്യൂ കൺസിഡർ ചെയ്യുകയും ഇതിന് മുകളിലാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിലാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ കൺസിഡർ ചെയ്യുകയും കൂടെ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുകളിലാണെങ്കിൽ ബുള്ളിഷ് വ്യൂ നമ്മളിവിടെ കൺസിഡറും ചെയ്യും അല്ലേ. അടുത്ത എന്താ നമുക്ക് നോക്കേണ്ടത്? അടുത്തൊരു ടാർഗറ്റ് നമുക്ക് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇതാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് മാർക്കറ്റിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ ചെയ്യണം. ബട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെർട്ടൻ വ്യൂ കാണണം മാർക്കറ്റിനെ പറ്റി. മാർക്കറ്റിൻ്റെ ബയാസ് എന്താണ്, എങ്ങോട്ടാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്, പാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വരെ നമുക്കറിയാം. ഒരു സെപ്റ്റംബർ ഫസ്റ്റ് ഹാഫിലൊക്കെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്
എന്തെങ്കിലും മൂവ്മെന്റോ കാര്യങ്ങളോ തന്നെ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക, റിസ്കിനെ മാനേജ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡിൽ ഇനിഷ്യേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നമുക്ക് കാണാം.